എന്തെടുക്കുവാ? ആ എടുത്തെന്ന് പറയണം. ഞാൻ അരിയുന്നു. എന്തിനാണ് അരിയുന്നതെന്ന് എനിക്ക് എന്തെന്നാണെന്നൊന്നും അറിഞ്ഞൂടാ. ഓ കാബേജ് എന്തിനാണ് അരിയുന്നത് അമ്മച്ചിക്ക് അറിഞ്ഞൂടെന്ന്. നിങ്ങൾ അരിയാൻ പറഞ്ഞ് അരിയുന്നു. ഇത് ക്യാപ്സിക്കം, ഇത് മുട്ടക്കോസ്. നമ്മളെ മുട്ടക്കോസ്, ആൾക്കാരുടെ ക്യാബേജ്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ജീവിതത്തിലെ ഏത് പ്രായം തൊട്ടാണ് ജോലിക്ക് പോയത്? പറ. ഞാൻ എൻ്റെ ചെറുതിലെ ജോലിക്ക് പോയി. ഏത് പ്രായത്തിൽ? 7ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ട് ജോലിക്ക് പോയി. അന്ന് തൊട്ട് തുടങ്ങിയ ജോലിയാണ്. ഇപ്പോൾ വരെ ജോലി? ഇപ്പോൾ വരെ ജോലിയാണ്. 7ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് ജോലിക്ക് പോയി. എന്തോന്ന് ജോലിക്കാണ് പോയാ? കശുവണ്ടി ഫാക്ടറിയിൽ. കശുവണ്ടി ഫാക്ടറിയിൽ എന്തോന്ന് പണിയായിരുന്നു? ഗ്രേഡിങ്. അപ്പം ഗ്രേഡിങ്ങില്ല. ജോലിക്ക് പോകുന്ന സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? ജോലിക്ക് പോകുന്ന സ്ത്രീകളോട് പറയാനുള്ളത്, ഞാൻ പഠിച്ച് ചെയ്ത ജോലി പോലുള്ള ജോലി തന്നെ അവർ പോയി ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് പറയാ? അവരോട് എന്തിനു പറയാൻ? അവര് നിങ്ങളുടെ പോരാട്ടം? എൻ്റെ പോരാട്ടം വല്ലാത്ത പോരാട്ടമായിരുന്നു. ആ പോരാട്ടം ഇപ്പോഴും തുടരുന്നു. അത്രേ ഉള്ളൂ. ഞാൻ പഠിച്ച പാഠം ഇത്രയാണ്. പാഠം പഠിച്ചില്ല. അപ്പം ഇത് അരിഞ്ഞെടുത്തിട്ട് കാണാം. അപ്പം നമുക്കിന്ന് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. സാൻഡ്വിച്ചാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്, അമ്മച്ചിയും ഞാനും ചേർത്ത്. സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വാ, നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് കാണാം. സാൻഡ്വിച്ച് ഒന്നുമല്ല, ഒരു സംഭവം ഉണ്ടാക്കാൻ പോണു. അത്രയേ ഉള്ളൂ. വാ. ഹായ്. അപ്പം നമുക്ക് ക്യാമറ എടുത്തൊന്ന് മറഞ്ഞ് നമുക്ക് ഒരു റെസിപ്പി ഉണ്ടാക്കാം. ഞാനൊരു പ്രത്യേക പൊസിഷനിൽ ഇരിക്കുകയാണ് കേട്ടോ. കേൾക്കാവോ? മൈക്കില്ല. എൻ്റെ സ്റ്റാൻഡ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ചേച്ചി സ്റ്റാൻഡ് മേടിക്കാൻ പറഞ്ഞു. അത് ബുക്ക് ചെയ്തിട്ടുണ്ട്, വന്നില്ല. അപ്പം നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കാം. ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് കേൾക്കാം. ഓക്കെ, ഞങ്ങോട്ട് വരെയാണേ. ബാഗ് തിരിച്ച് വരെയാണേ. ബാഗ് അതാണേ പണി. ബാക്കി തിരിച്ച് വരെയാണ്. ഞാൻ മാറിയിട്ട് തിരിഞ്ഞു വാ. ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ വെറുംചായ ഇട്ട് കുടിക്കും അല്ലേ? കട്ടൻ ചായ വെറുംചായ എല്ലാം ഒന്ന് തന്നെ. സുലൈമാനല്ല, സുലൈമാനെന്ന്. അയ്യോ, അപ്പം നമ്മൾ കട്ടൻ ചായ, ഞാൻ കട്ടൻ ചായ വെറും ചായ എന്നേ പറയുള്ളൂ. തേയില വെള്ളം. എനിക്ക് തേയില വെള്ളം എന്ന് പറയാൻ ഇഷ്ടം. തേയില വെള്ളം ഇടയാണ്. അപ്പം പുതിന ഇലയൊക്കെ ഇട്ട് തേയില വെള്ളം ഇട്ട് കുടിക്കുക. അതിനോടൊപ്പം നമ്മൾ ആ റെസിപ്പി കൂടെ കാണിക്കും. ലൈറ്റർ ഇപ്പോൾ വെള്ളം എടുത്തു കല്യാണം പോയാൽ നോക്കും. അപ്പം അത് കൂടെ കാണിക്കാവേ. അപ്പം അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് ഇടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയാത്തുള്ളൂ. ലൈറ്റ് ഭയങ്കര വെട്ടം. ഞാൻ ഇവിടെ ഇരുന്നാലേ പറ്റൂ. ഞാനാണ് ക്യാമറയ്ക്ക് പിന്നെ നിൽക്കുന്നത്. ആ ലൈറ്റ് അണച്ചാണ്. അല്ല, അതല്ല, ഈ ലൈറ്റ്. ഓക്കെ. അപ്പം നമ്മൾ പിന്നെ വെറുചായ ഇട്ടിട്ട് മറ്റേ സാധനത്തിന് പൊക്കി കാണിക്കുമല്ലോ. അത് പൊക്കി കാണിക്കുക. അല്ല, ഇത് നമ്മളൊരു റെസിപ്പി ഉണ്ടാക്കിയാണ്. സവോള, മുട്ടക്കോസ്, ക്യാപ്സിക്കം ഇത്രയും അരിഞ്ഞ് വെച്ച്, ക്യാരറ്റ് ഇത്രയും അരിഞ്ഞ് വെച്ച്. ഇനി അടുത്തത് കാണിക്കാൻ നേരത്ത് കാണിക്കാം. കുറച്ച് ദിവസം മുമ്പ് വീഡിയോയും പോസ്റ്റും ഒക്കെ ഇട്ടിരുന്നു. ഒരു വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട് വെപ്പിൻ്റെ ഒന്നും ആയില്ല. നമ്മൾ കേരള സംസ്ഥാന ഭിന്നശേഷിക്ഷേമ കോർപ്പറേഷനിൽ ലോണിന് കൊടുത്തിട്ട് ആ ലോണിൻ്റെ അവിടെ പെൻഡിങ് ആക്കി അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതുവരെ അത് ശരിയായിട്ടില്ല. അപ്പോൾ പലരും പറയും ലൈഫിൻ്റെ വീട് എന്ത് കിട്ടൂലേന്നു. ലൈഫിൻ്റെ വീടിന് നമ്മൾ ഈ നിലമേൽ ഗ്രാമപഞ്ചായത്തിൽ വന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടൊക്കെ പിന്നെ അപേക്ഷ കഴിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീട് വേണം. നമുക്ക് വാടക വീട് വേണ്ട. വാടക വീട് വലിയ പാടാണ്. നമ്മളെപ്പോലെയുള്ള എന്നെപ്പോലെയുള്ള ആളിന് വലിയ പാടാണ്. പിന്നെ വാടകയ്ക്ക് എടുക്കുന്ന വീട്ടുകാരുടെ ഇത് കൂടെ ഹൗസ് ഓണർമാരും കൂടെ നമ്മളോട് സപ്പോർട്ടീവ് ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ വിചാരിച്ചെന്താണ്,
പിന്നെ നമുക്ക് ഈ ഒരു പ്ലാൻ വെച്ചിട്ട് ഇയർലി ബേഡ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ വെച്ചിട്ട് 1000 രൂപ വീതം മേടിച്ച് തനിത്തവരുടെ കയ്യിൽ മേടിച്ചിട്ട് 6 മാസം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ 1600 രൂപയുടെ പ്രോഡക്റ്റ് അവർക്ക് അയച്ചു കൊടുക്കാമെന്ന് പറയുന്ന ഒരു പ്ലാൻ. അപ്പം അതിന് കുറേ പേര് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് അപ്പോൾ ആ പൈസ കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, തുടങ്ങാൻ പോലും പറ്റത്തില്ല, ഒരു കാലിടാൻ പോലും പറ്റത്തില്ല. അപ്പം അങ്ങനെ നിൽക്കുകയാണ്, ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പം ലോണിൻ്റെ ഇതും കൂടെ കഴിയുമ്പോൾ നമുക്ക് അതും കൂടെ വെച്ച് ഇതും കൂടെ എടുത്ത് ചെയ്യാം. ആ ഒരു സമയം ഇന്ന് ലോണിൻ്റെ ഒരു ഇത് വരട്ടെ, ആ ഒരു സമയം കിട്ടോ, അതൊക്കെ കിട്ടോ. ആ വേണ്ടി സമയമാകുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ ആ പ്ലാനിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയാമെന്നാണ് ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അതാണ് ഞാനിപ്പോൾ മിണ്ടാതിരിക്കുന്നത് കേട്ടോ. അപ്പുറത്തെ പാൻ വെച്ച് കൊടുത്ത് ആ പാനൊന്ന് ചൂടാവട്ടെ. ചൂടാവുമ്പോൾ നമുക്ക് അടുത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണേ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് മുട്ട അതെടുത്ത് കാണിക്കണേ. കിണ്ണത്തിരിക്കുന്ന മുട്ട നല്ലപോലെ ആക്കി വെച്ചിരിക്കുന്ന മുട്ടയാണ്, ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുകയാണ്. മുട്ട സവോളയൊക്കെ ഇട്ട് ഒരു റെസിപ്പി, അത് എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മളൊക്കെ ചെയ്യുന്നു അത്ര തന്നെ. വെറുതെ കാണിക്കുന്ന അത്രേ ഉള്ളൂ. ഇത് കാണില്ല, നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നൊന്നും പറയുന്നില്ല. ഓക്കെ. അതിലെല്ലാം ഒഴിച്ച് കഴിച്ചെടുത്തോ. വേണം മുട്ട അപ്പം നമുക്ക് തിരിച്ചിട്ട് എടുത്ത് വെക്കാം. പിന്നെ ഇനി അതിൽ കാണിക്കണ്ടല്ലേ, മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ച് വേകട്ടെ. ഇത് കോരി എടുത്തു. അപ്പോൾ നമുക്ക് ഈ മുട്ട ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോ നീണ്ടുപോയാൽ ആൾക്കാർക്കൊന്നും കാണാനൊരു മൂഡില്ല, ഇഷ്ടമില്ല. ഈ കണ്ടു അത്രയും വലിയ വീഡിയോ ഒന്നും ആരും കണ്ടുകൊണ്ടിരിക്കില്ല എന്ന്. ഇതിപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അമ്മച്ചി അതെടുത്ത് തിരിച്ചിട്ടപ്പോഴത്തേക്കും അത് മുറിഞ്ഞ് വീണു. അപ്പോൾ നമ്മൾ ആ ഫ്രൈ പാനിൽ വെച്ചോണ്ടായിരിക്കും. ഇതൊരു പ്രത്യേക റെസിപ്പി അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഒരു മനസ്സിൽ തോന്നി അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രം. സാൻഡ്വിച്ചാണോ അല്ലയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എഗ്ഗ് വെച്ചിട്ടുള്ള മുട്ട വെച്ചിട്ടുള്ള ഒരു സംഭവം എനിക്കിഷ്ടമല്ല. മുട്ട പുഴുങ്ങുന്നത് മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ചെയ്യണോ ചെയ്യണ്ടേന്നൊക്കെ ആയിരുന്നു. ബട്ടറൊന്നുമില്ല, നെയ്യ് ഉണ്ടായിരുന്നു, നെയ്യ് ഇട്ട് കൊടുത്തു. നെയ്യ് നല്ലതായിട്ട് ചൂടാവട്ടെ. അപ്പോൾ എല്ലാ ദിവസവും ഓരോ വീഡിയോ ഇടണമെന്നാണ് ആഗ്രഹം. വീഡിയോയാണ് എനിക്ക് താല്പര്യം. അപ്പോൾ വീഡിയോ എടുക്കാൻ ചിലപ്പോൾ പറ്റിയൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ ബ്രെഡൊക്കെ വെച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഒന്ന് കാണിക്കാം. വീഡിയോ എടുക്കാനും പറ്റുന്നില്ല ചില ദിവസങ്ങളിൽ. നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഈ അച്ചാറിൻ്റെയൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ കൂടെ ഒന്നും നടക്കത്തില്ലല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വിഷയം. പിന്നെ സ്വന്തം വീടെന്ന ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോകാനും പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ ബ്രെഡൊക്കെ പൊരിച്ച് വെച്ചിട്ട് നമ്മൾ ഈ വെജിറ്റബിൾസ് ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, സവോള ഇത്രയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തു. ഒന്ന് തിരിച്ച് കുറച്ച് വെക്കാം. മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. അങ്ങ് ഭയങ്കര ആഷ്പുഷ് ഒന്നുമല്ല. അപ്പോൾ ആ സ്വന്തം വീടെന്ന ആ ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. ഇനിയിപ്പോൾ ബഡ്ജറ്റൊക്കെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോഴാണ് ഞാൻ ലോണിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാവുന്നത്. അപ്പോൾ നമ്മുടെ ഇയർലി ബേഡ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ അങ്ങനെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തു. അപ്പോൾ പെട്ടെന്നൊന്നും നമുക്കത് വെന്ത് വരും. അങ്ങനെ അടച്ചു വെച്ചാൽ കേട്ടോ. അപ്പോൾ കട്ടൻ ചായയും കുടിക്കുകയാണ്. അപ്പോൾ അമ്മച്ചി അങ്ങോട്ടൊക്കെ പോയിരുന്നു. നമ്മൾ മുട്ട എടുത്ത് മുറിച്ചൊക്കെ വെച്ചു. മുറിച്ചപ്പോൾ അവളിങ്ങനെ കൈ കൊണ്ടൊക്കെ മുറിച്ചെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. മുറിച്ചൊക്കെ എടുത്ത് നമ്മളെവിടെ ഇരുന്ന് അത് ചെയ്തെടുത്തു. പിള്ളേരൊക്കെ കൊടുക്കാം, അത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര കലാവിരുദ്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വിഷയം. അപ്പോൾ വീടാവണേ എന്നാണ് കുറേ പേരുണ്ട് കേട്ടോ. ദീജു ഇപ്പോൾ ഞാൻ ഈ വീടിൻ്റെ ഇട്ടതിന് ശേഷം തന്നെ ദീജു വീട് ശരിയാവും ദീജു, എൻ്റെ കയ്യിൽ നിന്ന് ഒരു പരിചയമില്ലാതെ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് താങ്കൾക്ക് വീടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പ്ലാൻ എടുത്തു കേട്ടോ. പ്ലാനൊന്നും പറഞ്ഞിട്ടില്ല, എങ്ങനെയെങ്കിലും വീടാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ. അങ്ങനെ വരുന്ന മനുഷ്യർ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ മയോണൈസ് ഉണ്ടാക്കി വെച്ചിരുന്നു. മുട്ട എടുത്ത് നമ്മളുണ്ടാക്കി വെച്ച മയോണൈസ് കുറച്ച് കെച്ചപ്പും കൊണ്ട് ഒഴിച്ചു കൊടുത്ത് അതിനെ ഇതാക്കിയതാണ് കേട്ടോ. മയോണൈസ് ഉണ്ടാക്കി ഫ്രീസറിലോട്ട് വെച്ചു. എന്നിട്ട് കുരുമുളക് പൊടിയും ഇട്ടു, അല്പം മാത്രം ഗരം മസാല ഇട്ട് കൊടുക്കും. മയോണൈസ് ഉണ്ടാക്കുന്നത് മുട്ട പുഴുങ്ങി അതിലല്പം നമ്മുടെ ഓയിലൊഴിച്ച് എന്നിട്ട് അതിൽ 2-3 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് അടിച്ചെടുക്കും, വിനാഗിരി ഒഴിക്കും. അങ്ങനെയാണ് മയോണൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ.
അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്, അല്ലാതെ ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി. മുട്ടയുടെ വെള്ള മാത്രം എടുത്തു. എന്നിട്ട് ബ്രെഡ് എടുക്കുന്നു, ബ്രെഡിൽ മയണൈസ് പുരട്ടുന്നു. എന്നിട്ട് നമ്മുടെ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് മുട്ട വെച്ച് കൊടുക്കുന്നു, മുട്ട പൊരിച്ചത് വെച്ച് കൊടുക്കുന്നു, എഗ് ഫ്രൈ വെച്ച് കൊടുക്കുന്നു. നമ്മൾ ഈ ഒരു സംഭവം കോരി വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ എന്താണ് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് മറ്റേ സംഭവം എടുത്ത് കഴിക്കുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് അങ്ങ് ചീസ് ഒന്നുമില്ല, അങ്ങനെ വെറുതെ ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. കുറച്ചൊക്കെ ഹെൽത്തിയാണ്, കുറച്ച് അല്പം ബ്രെഡ് ഹെൽത്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബാക്കിയെല്ലാം ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർ സപ്പോർട്ട് ചെയ്യണം, കൂടെ അയക്കണം, അവസാനം വരെ കാണണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.